ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംതിട്ടയിൽ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശിനോട് ഈ CI ഇങ്ങനെ പറയുകയാണ്, ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്നൊക്കെ ഞാൻ കണ്ടെത്തിക്കോളും, നിന്റെ വണ്ടിയിലൊക്കെ എങ്ങനെയാണ് അത് വന്നതെന്ന് ഞാൻ കണ്ടെത്തിക്കോളും എന്ന് പറഞ്ഞപ്പോഴേക്കും സാറേ ആ നല്ലൊരു കാര്യം എന്തായാലും ചെയ്യുക, ആ വണ്ടിയിൽ എങ്ങനെയാണ് ആ പണം കൊണ്ടുവന്ന് വെച്ചതും ആരാണെന്നോ എന്നൊക്കെ കണ്ടെത്ത് സാറേ. എന്നിട്ട് സാറ് മുന്നിൽ വാ. എടാ ചെറുക്കാ, കൂടുതൽ കളിക്കല്ലേടാ. എടാ നിൻ്റെയൊക്കെ സ്വഭാവം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീ ആളുകളെ വെച്ചിട്ട് നിൻ്റെ ഭാര്യയെ നീ പുറത്തിറക്കി, പക്ഷേ ഇനി അത് നടക്കാനായിട്ട് പോകുന്നില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ CI നേരെ വണ്ടിയിലേക്ക് കയറുമ്പോൾ പുറകെ നന്ദുവും ചെല്ലുകയാണ്. അപ്പോൾ നന്ദുവും കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പറയുകയാണതേ, നീ ഇവിടെ കുടുംബക്കാരെ രക്ഷിക്കാനായിട്ട് നോക്കിയല്ലേ സാറേ, അതെൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അപ്പോൾ കുടുംബം കുട്ടികളൊക്കെ അങ്ങ് വീട്ടിൽ മതി, സ്റ്റേഷൻ പരിധി വേണ്ട. നീ ഏതായാലും എൻ്റെ സ്റ്റേഷനിൽ തന്നെയല്ലേ ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ആ സ്റ്റേഷനിൽ CI ആയിട്ടായി ഇരിക്കുന്നിടത്തോളം കാലം നിന്നെ ഞാൻ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കൂടി എന്നൊക്കെ ഇങ്ങനെ ഈ നന്ദുവിനോട് പറയണം. ശരി ആയിക്കോട്ടെ സാറേ, സാർ ചെന്നാട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ CI നേരെ കയറി ചെല്ലുകയാണ്, പോവാണ്. എന്നിട്ട് നേരെ നമ്മുടെ സ്റ്റേഷനിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ വന്നിട്ട് CIയുടെ മുന്നിൽ പോയി ഇങ്ങ് നിൽക്കുക. എന്ന് കഴിഞ്ഞപ്പോഴേക്കും സാറേ ഈ പ്രാവശ്യം ട്രാൻസ്ഫർ അല്ല എന്ന് ചോദിച്ചപ്പോഴേക്കും എന്താണോ താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഞാൻ ആകെ വെറികൊണ്ടൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എൻ്റെ മനസമാധാനം കളയരുത് സാറേ. പറയേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി സാറിൻ്റെ അടുത്ത് വന്നല്ലേ മതിയാവുള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാറേ. ഞാൻ പറഞ്ഞല്ലോ സാറിന് ഈ പ്രാവശ്യം ട്രാൻസ്ഫർ അല്ല, സസ്പെൻഷനാണ് എന്നിങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ CI ഒന്ന് ഞെട്ടുകയാണ്. എന്താ സാറേ സന്തോഷമായോ? എന്നിട്ടപ്പോഴേക്കും എടോ എനിക്കറിയായിരുന്നടോ എനിക്ക് ഈ സസ്പെൻഷൻ കിട്ടുമെന്ന് എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്ന് തോറ്റു പിന്മാറി പോകുമെന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി എന്നെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഇതൊന്നും ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്ന രീതിയിൽ തന്നെ ഇവിടെ പറയണം. സാറേ കിട്ടിയിടത്തോളം പോരെ സാറേ, ഇനി എന്തിനാണ് സാറേ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്ന രീതിയിൽ തന്നെ ഇവിടെ പറയുക. അങ്ങനെ നമ്മുടെ ആദർശും നയനയും എല്ലാവരും കൂടി ഈ നവീനോട് താങ്ക്സ് പറയണത്. നവീനെ ഒരുപാട് നന്ദിയുണ്ട്. ഏതായാലും നവീൻ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് നയനയ്ക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചത്. ഞങ്ങൾ ഈ കാര്യം ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുകയാണ്. ആദർശേട്ടാ, ഇതെല്ലാം എൻ്റെ ഉത്തരവാദിത്വമല്ലേ? നിങ്ങൾ എന്നെ ഒരു കേസ് ഏൽപ്പിച്ചു, അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണല്ലോ എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നടന്നു എന്നൊക്കെ പറയാം. പിന്നീട് നവീൻ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നവീനൊരു കോൾ വരികയാണ്. അപ്പോൾ കോൾ നിന്നിട്ട് ഹലോ ആരാന്ന് ചോദിച്ചപ്പോഴേക്കും എന്നെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അപ്പോൾ നമ്മുടെ നവ്യയും അതേപോലെ തന്നെ നവ്യയുടെ കൂട്ടുകാരിയും കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടുകാരത്തിയാണ് നവീനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഞാനാണ് നിങ്ങൾക്ക് ആ തെളിവുകളെല്ലാം ശേഖരിച്ച് തന്നത്. നയനേച്ചിയുടെ കാറിനകത്ത് ആരാണ് ആ ഒരു സ്വർണങ്ങൾ വെച്ചതെന്നും അത് കണ്ടെത്താൻ സാധിച്ചതും അതിൻ്റെ തെളിവുകളെല്ലാം തന്നത് ഞാനല്ലേ. അതുകൊണ്ടല്ലേ നവീൻ സാറിന് കോടതിയുടെ മുൻപാകെ അതെല്ലാം തെളിവുകളെല്ലാം നിരത്താൻ സാധിച്ചത്. അല്ലായിരുന്നെങ്കിലോ നിങ്ങളായിരുന്നല്ലേ. നിങ്ങളുടെ പേരെന്താണ്? അതുമാത്രം പറഞ്ഞില്ലല്ലോ. പേരൊക്കെ പിന്നെ പറയാം സാറേ. പക്ഷേ ഇനി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന്, അതായത് എൻ്റെ കയ്യിൽ നിന്ന് സാറിന് കിട്ടും. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഇനി ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ സംഭവിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക, അതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ നവീൻ വക്കീലിനോട് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവീൻ വക്കീൽ പറയാണ്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഇങ്ങനൊരു കാര്യം ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഞാനും നന്ദുവും കൂടിയാണ് ഈ തെളിവുകളെല്ലാം ശേഖരിച്ചെന്നാണ് പറഞ്ഞത്. അതൊന്നും കുഴപ്പമില്ല സാറേ. ഏതായാലും നയനേച്ചി പുറത്തിറങ്ങിയല്ലോ, സമാധാനമായി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ നവ്യയെ കാണിക്കുകയാണ്. നവ്യയാണെങ്കിൽ എല്ലാം സക്സസ് ആയി എന്ന രീതിയിൽ തന്നെയാണ് നവ്യ അവിടെ കൈവച്ചിങ്ങനെ കാണിക്കുന്നത്. കാരണം നമ്മുടെ നയനയെ ശരിക്കും രക്ഷിച്ചത് നവ്യ തന്നെയാണ്. നവ്യയ്ക്ക് ഇത് മുൻകൂട്ടി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നവ്യ നയനെ രക്ഷിക്കാനുള്ള കാരണം. പക്ഷേ നവീനാണെങ്കിൽ ആകെ തല പുകഞ്ഞ് നിൽക്കുകയാണ്. ഇത് ആരാണ് വിളിച്ചത്, ആരാണ് തനിക്ക് തെളിവുകളെല്ലാം തന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നമ്മുടെ നവീന്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഏതായാലും നയനമോളിനെ വെറുതെ വിട്ടയച്ചല്ലോ, ഒരുപാട് സന്തോഷമായി. താൻ എന്താ പറഞ്ഞത്? എനിക്കിവിടെ മനസ്സമാധാനം തരുന്നുണ്ടായിരുന്നോ?
മുകളിലുള്ള എല്ലാ ആൾക്കാരെയൊക്കെ നന്നായിട്ട് തന്നെ അറിയാം, എന്നിട്ട് നയന മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ താൻ എന്നോട് പറഞ്ഞില്ലേ. ഇപ്പം എന്തായി? നയന മോളെ വെറുതെ വിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ദേ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാവുന്നത് അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. പിന്നെ നവീനാണ് അവിടെ കോടതിയിൽ കേസ് വാദിച്ചത്. അപ്പം എനിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു. നവീൻ ഈ കേസ് ജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എന്നാലും ഇദ്ദേഹം ഒന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ. നമ്മുടെ നയനമോള് ഒരു ദിവസം ലോക്കപ്പിനുള്ളിൽ കിടന്നില്ലേ? അപ്പം എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? അവർ രണ്ടുപേരുമാണ് ഈ കുടുംബത്തിലെ വിളക്ക്. എങ്ങനെയെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആദർശ് ശരിക്കുള്ള കുറ്റവാളികളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടി ആരാണെന്നും കൂടി മാത്രം കണ്ടെത്തിയാൽ മതി. അതിനുശേഷം ആദർശും നയനമോളൊക്കെ ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അവരിങ്ങോട്ട് എത്തട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അത്രയും മാത്രമുള്ളെന്നൊക്കെ പറയണം. കേട്ടോ, താൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശത്രുക്കൾ ആരാണെന്ന് കണ്ടെത്തുക, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ. ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. കാരണം എനിക്കറിയാം ഇദ്ദേഹം ഒരു കുറ്റവാളിയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്കൊക്കെ ശിക്ഷ കൊടുക്കാനായിട്ട് പോകുന്നതെന്ന്. എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും താൻ എന്തിനാണ് പഠിക്കുന്നത്? പിന്നെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അത് സ്വാഭാവിക കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതാരാണെന്ന് കണ്ടെത്തണ്ടേ? എന്നോടുള്ള ആ ഒരു വാശി കാരണം ആദർശം ഉറപ്പായിട്ടും അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. അവരെ കണ്ടെത്താനായിട്ട് ഇനി അധികം ഇല്ല എന്നും പറഞ്ഞ് ആ ഒരു വാക്കുകളെല്ലാം കൊടുക്കുകയാണ് നമ്മുടെ മുത്തശ്ശിക്ക്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് അഭിയും അതേപോലെ തന്നെ ജലജയാണെങ്കിൽ വെറിഞ്ഞു തുള്ളി അങ്ങോട്ട് വരികയാണ്. എടാ, നീ അറിഞ്ഞോടാ, ആ നായനെ പുറത്തിറങ്ങി, നായനയെ വെറുതെ വിട്ടു കോടതി. അമ്മ എന്തൊക്കെയാ മീ കേൾക്കുന്നത്? അവളെ വെറുതെ വിട്ടുന്നോ? നമ്മൾ എത്രയും ആഗ്രഹിച്ചിരുന്നാണ് അവളെ ജയിലിൽ കൊണ്ട് പിടിച്ചിടണമെന്ന്. അത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ആ നവീൻ വക്കീലില്ലേ, അവിടെ നവീൻ വക്കീൽ പൊളിച്ചടുക്കി, എല്ലാവരും പൊളിച്ചടുക്കിയെന്നൊക്കെ കേട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ ഇത് വല്ലാത്തൊരു ദുഃഖവാർത്ത പോലെ തന്നെ ആയിപ്പോലെ. എടാ, നിന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് ജയിലിലാക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലും ആഗ്രഹം ഉണ്ടായിരുന്നു ഇവളും ജയിലിൽ തന്നെ കിടക്കണമെന്ന്. പക്ഷേ അതൊന്നും നടന്നില്ലല്ലോടാ. ഇതൊക്കെ ആലോചിക്കുമ്പോഴേ ആകെ അരിശം വരുന്നു. നമുക്കെല്ലാം വിപരീതമായിട്ട് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. നയനയെ പിടിച്ച് 2 കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാത്തിനും കാരണക്കാരൻ നവീൻ വക്കീൽ. ആ നവീനും നന്ദുവും കൂടിയൊക്കെ സ്റ്റേഷനിൽ പൊളിച്ചടിക്കുന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. ഇവിടെയുള്ളവർക്ക് വീണ്ടും അഹങ്കാരങ്ങളെല്ലാം കൂടും. അവളെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കൂടി ഒന്ന് നിശബ്ദതയായതായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങും എല്ലാവരും കൂടി ബഹളി കൂട്ടാനായിട്ട്, അതും നമ്മളുടെ നെഞ്ചത്ത് എന്നൊക്കെ ചെയ്യും. അബിയെ കൂടി സംസാരിക്കാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു നേരെ അനിയെ വിളിക്കുകയാണ്. അനിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, അറിഞ്ഞായിരുന്നു അനി, ചേച്ചിയെ വെറുതെ വിട്ടയച്ചു. കോടതിക്ക് മനസ്സിലായി ചേച്ചി കുറ്റക്കാരിയല്ല എന്ന്. അതുകൊണ്ട് ജാമ്യം മാത്രമല്ല, വെറുതെ വിട്ടയക്കുകയും ചെയ്തു. അത് സന്തോഷമായ കാര്യമാണല്ലോ. ഏതായാലും നന്ദുവിനെ ഞാൻ കൺഗ്രാജുലേഷൻ ചെയ്യുന്നു പറഞ്ഞപ്പോഴേക്കും എനിക്കല്ല, നവീനേട്ടനാ കൺഗ്രാജുലേഷൻ ചെയ്യേണ്ടത്, അല്ലാതെ എനിക്കല്ല എന്ന് ഇങ്ങനെ പറയുകയാണ്. എന്നാലും നീയും കൂടി ഉണ്ടായിരുന്നല്ലോ. ഞാൻ മാത്രമല്ല, ഞാനും നവീനേട്ടനും കൂടി ചേർന്നാണ് ഈ കേസിൻ്റെ ഇതെല്ലാം അന്വേഷിച്ചത്. എപ്പോഴും നവീനേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. നവീനേട്ടൻ്റെ ഒരു പെർഫോമൻസ് അവിടെ ഒന്ന് കാണേണ്ടതായിരുന്നു. ആ CI ഇല്ലേ പൊളിച്ചടുക്കിയില്ലേ, പിന്നെ വക്കീലേയും പൊളിച്ചടുക്കില്ലേ, എല്ലാം പൊളിച്ചടുക്കി കൈ കൊടുത്തു നവീനേട്ടൻ. പെർഫോമൻസ് അടിപൊളിയായിരുന്നു എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനിക്കാണെങ്കിൽ കലയും വരുന്നുണ്ട്. നവീനെ പുകഴ്ത്തി പറയുകയാണല്ലോ. അപ്പോൾ അനി ചോദിക്കുകയാണ്, അപ്പം നിനക്ക് ശരിക്കും നവീൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു അല്ലേ? അങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് കഴിയുമോ അനി? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നവീനേട്ടനെ പോലെ ഒരാൾ കൂടെയുള്ളതേ ഏറ്റവും നല്ല കാര്യമാണെന്നൊക്കെ പറയാണ്. അത് ശരി,
എങ്കിൽ പിന്നെ അവൻ്റെ അടുത്ത് ചെന്ന് നല്ല അഭിനന്ദനങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് നവീനേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്ക് നന്ദിയുണ്ട് എനിക്ക് നവീനേട്ടനോട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അനിക്കാണെങ്കിൽ കാലി മൂത്തിട്ട് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഇവള് നവീൻ്റെ പിന്നാലെ തന്നെയാണല്ലോ, ഇവള് നവീൻ്റെ പിന്നാലെ തന്നെ ചെല്ലുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനെ കാത്തോണ്ട് എലിസബത്തും അവിടുത്തെ ആ ജോലിക്കാരനും കൂടി ഇരിക്കുക. അപ്പോൾ ഇന്ന് കഴിഞ്ഞപ്പോഴേക്ക് ചെയ്തെന്താ വരാത്തത്, നയനമോളെ കുറിച്ച് ഒരു അറിവുമില്ലല്ലോ. അപ്പോൾ ദേ വരുന്നു ആദർശും നയനയും കൂടി. അപ്പോൾ നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. സാറേ എന്തായി കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയനയെ കോടതി വെറുതെ വിട്ടു, ഇനി ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അയ്യോ ദൈവമേ, കൊച്ചാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോയല്ലോ. ഇന്നലെ മുതൽ ഉറക്കൊഴിഞ്ഞെന്നല്ലേ പറഞ്ഞത്, പോയി റെസ്റ്റ് എടുക്ക്, ചെല്ല് സാറേ, കൊച്ചിനെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോവുകയാണ്. കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുക. നയനയാണെങ്കിൽ ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. കാരണം എന്തായാലും നയനയ്ക്ക് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നല്ലോ, അവരൊരു കുഞ്ഞിനെ പോലും നോക്കാതെയാണല്ലേ ലോക്കപ്പിൽ കൊണ്ട് കിടത്തിയത്. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക. സ്റ്റേഷനിലേക്ക് കയറി നേരെ ചെന്നത് നമ്മുടെ CIയുടെ മുന്നിലേക്ക്. എന്താ സാറേ, നല്ല വാർത്തകളെല്ലാം ആണല്ലോ കേൾക്കുന്നത്, ഈ പ്രാവശ്യം സസ്പെൻഷൻ ആണല്ലേ എന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താടി നിനക്ക് സന്തോഷമായോടി എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറേ എടി പൊടി എന്നൊക്കെ സാറങ്ങോട്ട് നിർത്തിയാരി, എനിക്കൊരു പേരുണ്ട്, നന്ദു എന്ന് എൻ്റെ പേര്, ആ പേരങ്ങോട്ട് വിളിച്ചാൽ മതി. സാറിന് സസ്പെൻഷൻ കിട്ടിയെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിനെ തുടർന്ന് സാറൊക്കെ എന്നെ എടി പൊടി വിളിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല, സാറിന് ഇത് കിട്ടേണ്ട ആവശ്യം തന്നെയാണ്. അല്ലെങ്കിലും കള്ളക്കേസിന് പിന്നാലെയാണല്ലോ സാറ് നടക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോഴേക്കും നീയേ ഒരുപാടായിട്ട് കൂടി ചിലക്കാൻ നിൽക്കണ്ട, നിനക്കൊക്കെ ശരിക്കും വഴി വരുന്നുണ്ടടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്ന് സാറേ, വരുന്ന വഴിയൊക്കെ ഞാൻ അങ്ങോട്ട് സ്വീകരിച്ചോളാം സാറേ, സാർ ഏത് തരക്കാരനാണ്, സാർ ഏത് രീതിയിലാണ് പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ സാറിന് ഇത്ര പെട്ടെന്ന് സസ്പെൻഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാർ തൊട്ട് കളിച്ചതേ അനന്തപുരിയിലെ കൊച്ചുമോളെയാണ്, അതുകൊണ്ടാണ് സാറിന് ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നത്. എടി ഞാൻ അധികം നാളൊന്നും സസ്പെൻഷനിൽ ഇരിക്കൂലടി, എനിക്ക് മനസ്സിലായി സാറേ അങ്ങനെ ഇരിക്കില്ല എന്ന്. എല്ലാ ശമ്പളവും തന്ന് സാറിനെ വീണ്ടും തിരിച്ചെടുക്കും. പക്ഷേ ഇപ്പം സാറ് എൻ്റെ മുന്നിൽ കിടന്ന് ഒരുപാട് അങ്ങോട്ട് ഷോ കാണിക്കണ്ട. യൂണിഫോം ഇട്ടുപോയി, അല്ലെങ്കിൽ സാറ് എൻ്റെ കൈയുടെ ചൂടറിഞ്ഞാനായിരുന്നു ശരിക്കും, മനസ്സിലായല്ലോ സാറേ. അതുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാതെ പോകാൻ നോക്ക് സാറേ. സസ്പെൻഷൻ കിട്ടിയിട്ടും ഇവിടുത്തെ പോലീസുകാരെയൊക്കെ സാറങ്ങോട്ട് ഭാരതിക്ക് വെക്കാമെന്ന് സാറ് വിചാരിക്കണ്ട. പിന്നെ അവസാനമായിട്ട് ഒരു സല്യൂട്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഒരു സല്യൂട്ടും കൊടുക്കുകയാണ്. ഇയാളാണെങ്കിൽ ആകെ ചൂളിപ്പോയൊരവസ്ഥയിൽ നിൽക്കുക, വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇയാൾ നിന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയെയും ഗോവിന്ദനെയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഏതായാലും കനകയെ നമ്മുടെ മോളെ വെറുതെ വിട്ടയച്ചല്ലോ കോടതി, ഇതിൽ പരം സന്തോഷം ഇനി എന്ത് കിട്ടാനുണ്ട്. അതേ എൻ്റെ ഗോവിന്ദേട്ടാ, കൊച്ചിനെ ലോക്കപ്പിൽ പിടിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കേ ഞാൻ കാണാൻ പോകാതിരുന്നത്, എനിക്ക് അതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോടതിയിൽ പോലും പോകാതിരുന്നത്. അത് തന്നെയാണ് ഞാനും പോകാതിരുന്നത് കനകം. ഏതായാലും കൊച്ചിൻ്റെ അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല, വിട്ടയച്ചല്ലോ, അത് തന്നെ മഹാഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നവ്യയുടെ കോള് വരുന്നത്. നവ്യാണല്ലോ വിളിക്കുന്നത്, അവളെ തന്നെ വിളിക്കുന്നത്. എന്താന്ന് നോക്കാം. എന്താ മോളെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഒരു ദുഃഖവാർത്തയുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഞെട്ടിപ്പോണ്. ദുഃഖവാർത്തയോ? മോളെ പുറത്തിറക്കിയതിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണല്ലോ, കോടതി മോളെ വെറുതെ വിട്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് വേദനിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ദുഃഖവാർത്തയായിട്ടാണ് വന്നത്, നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹമായിരുന്നില്ലേ അബിക്ക് AM ജ്വല്ലറിയിൽ മാനേജറായിട്ട് ജോലി കിട്ടാൻ പാടില്ല, അവൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആട്ടി പുറത്താക്കണമെന്നൊക്കെ. എങ്കിൽ കേട്ടോ, നാളെയാണ് എൻ്റെ അബി AM ജ്വല്ലറിയിൽ മാനേജറായിട്ട് കയറാനായിട്ട് പോകുന്നത്. ഇത് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ ഇത് നിങ്ങൾക്കൊരു ദുഃഖവാർത്തയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നീ എന്തിനിപ്പോൾ ഇത് ഞങ്ങളോട് വിളിച്ചു പറയുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല, അനുഭവിക്കാനുള്ളത് മുഴുവനും അനുഭവിച്ചേ മതിയാവുള്ളൂ. പിന്നെ നിന്റെ ഭർത്താവിന് AM ജ്വല്ലറിയിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം കട്ടുമുട്ടിപ്പിക്കും അവൻ.
അതേപോലത്തെ സ്വഭാവമാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. ഇത് നവ്യക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. പക്ഷെ കനകൻ ചോദിക്കണം എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവള് AM ജ്വല്ലറിയിൽ അബിക്ക് ജോലി കിട്ടുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അവളെന്തിനും നമ്മളോട് പറയുന്നു, അവൾ എന്ത് വേണേലും ചെയ്തോട്ടെ. പക്ഷെ അവളുടെ പിന്നിലൊരിതുണ്ട്. കാരണം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് എന്തോരം വേദനിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീ സത്യം പറഞ്ഞിട്ട് പോലും അവൻ്റെ പിന്നാലെ നടക്കുകയല്ലേ അവള് ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഗോവിന്ദേട്ടാ എന്നൊക്കെ കനകവും പറയാണ്. അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതിനെ ഈ മകളെ കുറിച്ച് നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്തിനാ ചിന്തിക്കുന്നത്? അവള് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ, ഞാൻ ദത്തെടുത്താണ്, അവരുടെ മകളല്ല എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതേപോലെ തന്നെ പറയട്ടെ. അതുകൊണ്ട് അവളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട എന്നൊക്കെ ഇവർ സംസാരിക്കുകയാണ്. പക്ഷേ നവ്യയ്ക്ക് തൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം വല്ലാത്തൊരു ഷോക്കായി പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് അവിടെ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ നവ്യ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ. നമസ്കാരം. താങ്ക് യു. ബൈ.